നമസ്കാരം. സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. ADGP RSS നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് CPIM-മായി കൂട്ടിക്കെട്ടേണ്ടെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. തൃശൂർ തോൽവിയിലെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് കോൺഗ്രസ് പുറത്തുവിടുമോ എന്നും CPM സംസ്ഥാന സെക്രട്ടറി. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ CPIM-നെ ബാധിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. ADGP MR അജിത് കുമാർ RSS നേതാവിനെ കണ്ടത് അന്വേഷണ പരിധിയിൽ വരുമെന്നും TP രാമകൃഷ്ണൻ. പോലീസിലെ പുഴുക്കുത്തുകളെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. എത്ര ഉന്നതനായാലും നടപടി ഉണ്ടാവുമെന്നും മന്ത്രി. തെറ്റായ പ്രവണതയുണ്ടെങ്കിൽ ആർക്കും ചൂണ്ടിക്കാട്ടാമെന്നും കൃത്യമായ നടപടി സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൾക്ക് കേന്ദ്ര അംഗീകാരം. കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ സൈബർ കുറ്റകൃത്യങ്ങൾ തടഞ്ഞതിന്. എല്ലാ മേഖലയിലും കേരളം നമ്പർ 1 ആണെന്ന് പ്രമുഖ വ്യവസായി MA യൂസുഫ് അലി. ഇനിയും നിക്ഷേപങ്ങൾ ധാരാളമായി കേരളത്തിലേക്ക് വരും. കൂടുതൽ പദ്ധതികൾ വരുമ്പോഴാണ് ഭാവി തലമുറയ്ക്ക് കൂടുതൽ ഗുണകരമായി തീരുകയെന്നും യൂസുഫ് അലി. ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ അന്തരീക്ഷത്തിൽ മണിപ്പൂർ. ജിരിബാമിലെ വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി. നടൻ വിജയുടെ തമിഴക വെട്രിക്കഴകം ഇനി രാഷ്ട്രീയ പാർട്ടി. അംഗീകാരം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026-ലെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമെന്ന് വിജയ്. മുകേഷിനെ പിന്തുണച്ച് മേതിൽ ദേവിക. ലൈംഗികാരോപണം ദുരുദ്ദേശപരമെന്ന് മേതിൽ ദേവിക. മേതിൽ ദേവികയുടെ തുറന്നുപറച്ചിൽ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതകത്തെ ചൊല്ലി തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തൃണമൂൽ MP ജവഹർ സിർക്കാർ രാജിവെച്ചു. രാജി മമതാ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചെന്ന് സിർക്കാർ. US ഓപ്പൺ പുതിയ അവകാശിയെ ഇന്നറിയാം. കന്നി കിരീടം ലക്ഷ്യമിട്ട് യാനിക് സിന്നറും ടൈലർ ഫ്രീറ്റസും ഇന്നിറങ്ങും. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതുമായി പോയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 100% ഉറപ്പാക്കിയ ശേഷമാണ് ADGP RSS കൂടിക്കാഴ്ചയെക്കുറിച്ച് പറഞ്ഞതെന്നും VD സതീശൻ. RSS നേതാക്കളെ കണ്ട ADGP രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ADGP രാഹുൽ ഗാന്ധിയെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടത് പരസ്യമായിട്ടാണോ എന്നും ഏത് കാര്യത്തിലാണ് ദൂതനായതെന്ന് VD സതീശൻ പറയണമെന്നും K സുരേന്ദ്രൻ. ADGP RSS നേതാക്കളെ കണ്ടത് ഗൗരവതരമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. തൃശൂരിലെ BJP വിജയം പൂരം കലക്കി നേടിയതാണെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തൃശൂരിലെ വോട്ട് ചോർച്ച KPCC അന്വേഷിക്കുന്നുണ്ടെന്ന് TN പ്രതാപൻ. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നും പ്രതാപൻ. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ LDF വനിതാ മെമ്പർമാരെയും CPIM വടകര ഏരിയ കമ്മിറ്റി അംഗത്തെയും ആക്രമിച്ച സംഭവം. തിരുവള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തു. കളിസ്ഥലം അഴിമതി തുറന്നുകാട്ടിയതിനാണ് മർദ്ദിച്ചത്. H1N1 ബാധിച്ച് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. കൊടുങ്ങല്ലൂരിൽ ശ്രീനാരായണപുരം സ്വദേശി അനിലാണ് മരിച്ചത്. പനിയും ചുമയും ബാധിച്ച് ചികിത്സയിലായിരുന്നു.
പത്തനംതിട്ട കിൻഫ്ര പാർക്കിൽ ആശുപത്രി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം. IMAയുടെ പ്ലാന്റ് സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് CPIM. പ്രതിഷേധം IMA ഹിയറിംഗിൽ. പ്ലാന്റ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കില്ലെന്ന് IMA. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിലാണ് മൃതദേഹം. റെയിൽവേ പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ജെനിൻ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് പിന്മാറിയെങ്കിലും ഗാസയിലാകെ ആക്രമണം കഴിപ്പിച്ച് ഇസ്രായേൽ. 2 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടത് 61 പേർ. 162 പേർക്ക് പരിക്കേറ്റു. ആകെ മരിച്ചവരുടെ എണ്ണം 40,939 നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 8 പേർ കൊല്ലപ്പെട്ടു. കളമശ്ശേരി കാർഷികോത്സവത്തിന് തുടക്കമായി. വിപുലമായ പരിപാടികളോടെയാണ് കാർഷികോത്സവം തുടക്കമായത്. കാർഷികോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സെപ്റ്റംബർ 8 സാക്ഷരതാ ദിനം. 1967 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ലോക പുരോഗതിക്കുമുള്ള ഉപാധിയായാണ് യുനെസ്കോ സാക്ഷരതയെ വിഭാവനം ചെയ്തത്. ഭവനരഹിതർക്ക് വീടൊരുക്കി CPIM കോവളം ഏരിയ കമ്മിറ്റി. പ്രദേശത്തെ 11 കുടുംബങ്ങൾക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ പുതിയ മന്ദിരത്തിനൊപ്പമാണ് ഭവനരഹിതർക്ക് വീടൊരുക്കിയത്. പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ തല തദ്ദേശ അദാലത്ത് നടന്നു. അദാലത്തിൽ 371 പരാതികളിൽ 351 എണ്ണവും അനുകൂലമായി തീർപ്പാക്കി. അദാലത്തിൽ 10,000ങ്ങൾക്ക് ഗുണകരമാവുന്ന തീരുമാനങ്ങൾ ഉണ്ടായെന്ന് മന്ത്രി MB രാജേഷ്. കെട്ടിട നിർമ്മാണ നിയമത്തിലെ ചട്ടം 66 ഭേദഗതി വരുത്തുമെന്നും മന്ത്രി. ഓണക്കാല വിപണിയിൽ തരംഗം സൃഷ്ടിക്കാൻ തയ്യാറായി ഖാദി വകുപ്പ്. ഖാദിയുടെ നേതൃത്വത്തിൽ ഫാഷൻ ഷോ സംഘടിപ്പിച്ചു. വ്യത്യസ്ത ഡിസൈനുകളാണ് ഷോയിൽ വസ്ത്രങ്ങൾ ഒരുക്കിയത്. കെട്ടിട നിർമ്മാണ ക്ഷേമ ബോർഡിന്റെ ആശ്വാസ ധനസഹായം വിതരണം ചെയ്തു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായ അംഗങ്ങൾക്കും പെൻഷനർമാർക്കും കുടിയേറ്റ തൊഴിലാളികൾക്കുമുള്ള ധനസഹായമാണ് വിതരണം ചെയ്തത്. എല്ലാ ജില്ലകളിലും സ്ട്രോക്ക് സെന്ററുകൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഈ വർഷം തന്നെ സ്ട്രോക്ക് സെന്ററുകൾ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഭൂമി തരമാറ്റ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് അദാലത്തുകൾ സംഘടിപ്പിക്കും. റവന്യൂ മന്ത്രിയുടെ മേൽനോട്ടത്തിൽ അതത് ജില്ലാ കളക്ടർമാരായിരിക്കും അദാലത്തുകൾ സംഘടിപ്പിക്കുക. എറണാകുളത്ത് നടക്കുന്ന ജില്ലാ കളക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. മമ്മൂട്ടി ഫാൻസ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും ജനകീയ രക്തദാന സേനയും സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പ് VK പ്രശാന്ത് MLA ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിൽ വെച്ചാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. മമ്മൂട്ടി ഫാൻസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിലെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം നൽകി. മേയർ ആര്യ രാജേന്ദ്രൻ, കിടിലം ഫിറോസ്, RJ സുമി എന്നിവർ മുഖ്യാതിഥികളായി. യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിൽ. തൊളിക്കോട് തോട്ടുമുക്ക് സ്വദേശി സുനീറാണ് പോലീസ് പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കളിസ്ഥലം അഴിമതി തുറന്നുകാട്ടിയ സംഭവം. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വനിതാ LDF മെമ്പർമാരെ ആക്രമിച്ചതായി പരാതി. UDF നേതൃത്വത്തിൽ കൂട്ടം ചേർന്ന് ആക്രമിച്ചതായാണ് പരാതി.
സ്വദേശ് ദർശൻ പദ്ധതിയിൽ ബേപ്പൂർ ടൂറിസം ലോഗോ പ്രകാശനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ഗേറ്റ്വേ ടു മലബാർ എന്നാണ് ലോഗോയിലെ ടാഗ്ലൈൻ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പ്രതിക്ക് 15.5 വർഷം തടവും 75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കറുകച്ചാൽ ചമ്പക്കര ഇലമ്പക്കാട്ട് വീട്ടിൽ കൃഷ്ണൻകുട്ടി എന്നയാളെയാണ് ചങ്ങനാശ്ശേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. കഞ്ചാവ് കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. എരുമേലി പടിഞ്ഞാറേക്കര വീട്ടിൽ ജിതിനെയാണ് മുണ്ടക്കയം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുണ്ടക്കയത്ത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാക്കളെ പോലീസ് പിടികൂടിയിരുന്നു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. കാസർഗോഡ് ചീമേനി കനോത്ത പൊയിലിലെ നയന മോഹനാണ് മരിച്ചത്. ചീമേനി തെയ്യംകല്ലിലെ പൊതുശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കും. APJ അബ്ദുൽ കലാം ഓഡിറ്റോറിയം മുനിസിപ്പാലിറ്റിക്ക് തിരികെ നൽകണം. ആവശ്യമുന്നയിച്ച് CPI അഡ്വക്കേറ്റ് VB ബിനുവിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം നിവേദനം നൽകി. ജില്ലാ കളക്ടർ ജോൺ V സാമുവലാണ് നിവേദനം നൽകിയത്. കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിൽ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിലെ പൊതുഗതാഗതം സംബന്ധിച്ച അഭിപ്രായ നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിക്കുന്നതിനായാണ് സദസ്സ് സംഘടിപ്പിച്ചത്. ജനകീയ സദസ്സിലെ ആവശ്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കൺസ്യൂമർ ഫെഡ് ജില്ലാതല ഓണച്ചന്തയുടെ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. സമാധാനപരമായ ജീവിതത്തിന് ഏറ്റവും നല്ല അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി പറഞ്ഞു. സമാധാനത്തിന്റെ ഈ സത്ത ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ ആഘോഷമാണ് ഓണമെന്നും മന്ത്രി. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ജനകീയ ഇടപെടലുകളാണ് ഇതിനാവശ്യമെന്നും മന്ത്രി. വെളിയം സ്വാശ്രയ കർഷക സമിതി മന്ദിരത്തിൽ കർഷകർക്കുള്ള ബോണസ് വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. BSNL കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സംസ്ഥാന കൺവെൻഷനും BSNL CGMTക്ക് നിവേദന സമർപ്പണവും നടത്തി. ചിത്തരഞ്ജൻ MLA പ്രസിഡന്റായും CK വിജയനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. തൊഴിലാളികളെ വെട്ടിക്കുറച്ചും ആനുകൂല്യങ്ങൾ നൽകാതെയും തൊഴിലാളികളെ ദ്രോഹിക്കുന്നതിൽ നിന്നും മാനേജ്മെന്റുകളും ഏജൻസികളും പിന്തിരിയണമെന്ന് കൺവെൻഷൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടു. ടൂറിസ്റ്റ് ബസ്സിൽ കഞ്ചാവ് കടത്തിയ ബസ് ഡ്രൈവർമാരെ പോലീസ് പിടികൂടി. ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് ഇതര സംസ്ഥാനക്കാരുമായി വന്ന ടൂറിസ്റ്റ് ബസ്സിലാണ് കഞ്ചാവ് ഒളിപ്പിച്ചു കടത്തിയത്. പരിശോധനയിൽ 10 കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തു. കാലടി മാണിക്കമംഗലം സ്വദേശി ശ്യാംകുമാർ, മുടക്കുഴ സ്വദേശി ലിജോ ജോർജ് എന്നിവരെയാണ് പെരുമ്പാവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാസ്താംകോട്ട തടാകത്തിൽ തനത് മത്സ്യസമ്പത്ത് സംവർദ്ധക പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപനാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഫിഷറീസ് വകുപ്പാണ് പദ്ധതി നടപ്പാക്കുക. വെല്ലൂരിൽ നവജാത ശിശുവിനെ വിഷം നൽകി കൊലപ്പെടുത്തിയ മാതാപിതാക്കൾ പിടിയിൽ. സംഭവത്തിൽ ജീവ, ഡയാന എന്നിവരാണ് പോലീസ് പിടിയിലായത്. 8 ദിവസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് കൊലപ്പെടുത്തിയത്. ഉത്തർപ്രദേശിലെ ഹാദ്രസിൽ ബസ്സും വാനും കൂട്ടിയിടിച്ച് 17 പേർ മരിച്ചു. ആഗ്രയിൽ നിന്ന് ഹാദ്രസിലേക്ക് പോയ വാനിൽ ബസ്സിടിച്ചാണ് അപകടമുണ്ടായത്. വെള്ളിയാഴ്ച കാൻവാർപൂരിന് സമീപമുള്ള ദേശീയപാതയിലാണ് അപകടം. 15 പേർ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു.
മധ്യപ്രദേശിൽ ഇൻഡോർ ജബൽപൂർ എക്സ്പ്രസ് പാളം തെറ്റി. ആളപായമില്ല. ജബൽപൂർ സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ടു മുൻപാണ് അപകടം. എഞ്ചിനോട് ചേർന്നുള്ള 2 കോച്ചുകളാണ് പാളം തെറ്റിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി അധികൃതർ. AC പ്രവർത്തനരഹിതമായി. ഫ്ലൈറ്റിൽ ചൂടുവായു നിറഞ്ഞ യാത്രക്കാരിൽ ചിലർ കുഴഞ്ഞു വീണു. മാപ്പ് ചോദിച്ച് ഇൻഡിഗോ എയർലൈൻസ്. ഡൽഹിയിൽ നിന്ന് വാരണാസിയിലേക്ക് പോയ വിമാനത്തിലായിരുന്നു സംഭവം. ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളുടെ നികുതി നിരക്ക് കുറയ്ക്കണം. തിങ്കളാഴ്ച ചേരുന്ന 54ാമത് GST കൗൺസിൽ യോഗം തീരുമാനമെടുക്കും. നിലവിൽ 10% GST നിരക്ക്. വിവാദ IAS ട്രെയിനി പൂജ ഖേദ്കറെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് പുറത്താക്കി. കേന്ദ്ര സർക്കാരാണ് ഉത്തരവിറക്കിയത്. നേരത്തെ പൂജയുടെ IAS UPSC റദ്ദാക്കിയിരുന്നു. ആടുമോഷ്ടാവെന്ന് സംശയിച്ച് യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നു. സംഭവം ബീഹാറിലെ ബെഗുസരായ് ജില്ലയിൽ ബിർപൂർ ഗ്രാമത്തിലെ രോഹിത് കുമാറാണ് കൊല്ലപ്പെട്ടത്. സിനിമാ ചിത്രീകരണത്തിനിടെ ലൈറ്റ് ബോയ് മരിച്ച സംഭവം. കന്നഡ സംവിധായകൻ യോഗരാജ് ഭട്ട് ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഉത്തർപ്രദേശിൽ 3 നില കെട്ടിടം തകർന്നു വീണ് 4 പേർക്ക് ദാരുണാന്ത്യം. 28 പേരെ രക്ഷപ്പെടുത്തി. ലക്നൌവിലെ ട്രാൻസ്പോർട്ട് നഗറിൽ ശനിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. മണിപ്പൂരിൽ വയോധികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ സംഘർഷത്തിൽ മരണം 5ആയി. ജിരിബാം ജില്ലയിലാണ് സായുധ സംഘങ്ങൾ തമ്മിൽ വെടിവെപ്പുണ്ടായത്. പാർട്ടിയെ വഞ്ചിച്ച മകളെയും മരുമകനെയും നദിയിലെറിയണമെന്ന് NCP നേതാവ് ധർമ്മറാവു ബാബ അത്രം. പാർട്ടി പ്രവർത്തകരോടാണ് NCP നേതാവിന്റെ അഭ്യർത്ഥന. തദ്ദേശവാസികളുടെ ശുപാർശകൾ നടപ്പാക്കാനൊരുങ്ങിയ ആസാം സർക്കാർ. അസം കരാറിലെ ക്ലോസ് 6 പാനലിലെ 52 ശുപാർശകളാണ് നടത്താനൊരുങ്ങുന്നത്. തദ്ദേശവാസികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് ക്ലോസ് 6ലെ ശുപാർശകൾ. ജാർഖണ്ഡിലെ എക്സൈസ് കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് പരീക്ഷയ്ക്കിടെ 12 പേർ മരിച്ചു. ഫിസിക്കൽ പരീക്ഷയിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതാണ് മരണകാരണം. 1.6 കിലോമീറ്ററിന് പകരം ഉദ്യോഗാർത്ഥികൾ ഓടേണ്ടി വന്നത് 10 കിലോമീറ്റർ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അടുത്ത 7 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമാണ് മുന്നറിയിപ്പ് നൽകിയത്. രാജസ്ഥാൻ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഫ്രാൻസിലെ പുതിയ പ്രധാനമന്ത്രി മിഷേൽ ബാർണയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് ഇടതുപക്ഷ പാർട്ടികളുടെയും വിവിധ തൊഴിലാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. വോട്ടർമാരെ മക്രോൺ വഞ്ചിച്ചെന്ന് ഇടതുപക്ഷ സഖ്യം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.